ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈഗ്രേഷൻ ടൈപ്സ് കോസസ് ആൻഡ് കോൺസിക്വൻസസ് എന്ന ചാപ്റ്ററിന്റെ രണ്ടാം ഭാഗമാണ്. ഈ ചാപ്റ്ററിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ഓർത്തു നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? വാട്ട് ഈസ് മൈഗ്രേഷൻ? എന്താണ് കുടിയേറ്റം? ഇന്ത്യൻ ഡയസ്പോറ, ഇന്ത്യൻ പ്രവാസം, ഇന്ത്യൻ പ്രവാസ ചരിത്രത്തെക്കുറിച്ചും അതിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ പഠിക്കുകയുണ്ടായി. മൈഗ്രേഷൻ ആൻഡ് സെൻസസ്. എങ്ങനെയാണ് സെൻസസ് കണക്കെടുപ്പിൽ മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റത്തിന്റെ ഡേറ്റ റെക്കോർഡ് ചെയ്യുന്നത്? സ്ട്രീംസ് ഓഫ് മൈഗ്രേഷൻ. വിവിധ തരം കുടിയേറ്റ പ്രവാഹങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു. ഇന്റേണൽ ആൻഡ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ. സ്പേഷ്യൽ വേരിയേഷൻസ് ഇൻ മൈഗ്രേഷൻ. കുടിയേറ്റത്തിലെ സ്ഥാലിക ഭേദങ്ങളെ പറ്റി പഠിച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് മൈഗ്രേഷൻ. കുടിയേറ്റത്തിന്റെ കാരണങ്ങളെ പറ്റിയും അതിന്റെ അനന്തര ഫലങ്ങളെ പറ്റിയുമാണ് നമ്മൾ ഈ ഭാഗത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ കുടിയേറുന്നത്? വൈ ഡു പീപ്പിൾ മൈഗ്രേറ്റ്? Circumstances force people to migrate. When better economic and social conditions prevail in another area, people migrate to that place. ജനങ്ങളെ കുടിയേറ്റത്തിന് നിർബന്ധിതരാക്കുന്നത് അവരുടെ സാഹചര്യങ്ങളാണ്. മറ്റൊരു സ്ഥലം സാമ്പത്തികമായും സാമൂഹികമായും കൂടുതൽ മെച്ചപ്പെട്ടതാണെന്ന് തോന്നുമ്പോൾ ആളുകൾ അങ്ങോട്ടേക്ക് കുടിയേറുന്നു. തങ്ങളുടെ ഇപ്പോഴത്തെ വാസസ്ഥലത്തേക്കാൾ എന്തുകൊണ്ടും അത് ആകർഷകമാണ് എന്ന് തോന്നുമ്പോഴാണ് അങ്ങോട്ടേക്ക് അവർ കുടിയേറുന്നത്. കുടിയേറ്റത്തിന്റെ കാരണങ്ങൾ, റീസൺസ് ഫോർ മൈഗ്രേഷൻ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജന്മനാടിനോട് വൈകാരികമായ ഒരു അടുപ്പമുണ്ട്. എന്നിരുന്നാലും ലക്ഷക്കണക്കിന് ആളുകളാണ് തങ്ങളുടെ ജന്മനാട് ഉപേക്ഷിച്ച് അന്യദേശങ്ങളിലേക്ക് കുടിയേറുന്നത്. കുടിയേറ്റത്തിന്റെ കാരണങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. 1. പുഷ് ഫാക്ടേഴ്സ് അഥവാ നിർബന്ധിത ഘടകങ്ങൾ. 2. പുൾ ഫാക്ടേഴ്സ് അഥവാ ആകർഷക ഘടകങ്ങൾ. Now, what are push factors? എന്താണ് നിർബന്ധിത ഘടകങ്ങൾ? They are those factors which force people to leave a particular place. ഒരു പ്രദേശം ഉപേക്ഷിച്ചു പോകുവാനായിട്ട് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെയാണ് പുഷ് ഘടകങ്ങൾ അഥവാ നിർബന്ധിത ഘടകങ്ങൾ എന്ന് പറയുന്നത്. Here are some examples of push factors. നിർബന്ധിത ഘടകങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തേത് പോവർട്ടി, ദാരിദ്ര്യം. നഗരങ്ങളിലേക്ക് കുടിയേറാൻ ജനങ്ങളെ നിർബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദാരിദ്ര്യം. രണ്ടാമത് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. നമുക്കറിയാം, നഗരങ്ങളിലേക്ക് എത്തുന്ന ഭൂരിഭാഗം ജനങ്ങളും നല്ലൊരു തൊഴിൽ തേടി വരുന്നവരാണ്. ലാക്ക് ഓഫ് ബേസിക് അമ്യൂണിറ്റീസ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതയില്ലായ്മ. അതായത് എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസവും നല്ല ആരോഗ്യ സംവിധാനങ്ങളും ഒക്കെ ലഭിക്കണമെന്ന ആഗ്രഹമുണ്ട്. അപ്പൊ അതിനൊക്കെ ആയിട്ടാണ് പലപ്പോഴും ജനങ്ങൾ കുടിയേറി നഗരങ്ങളിലോട്ട് എത്തുന്നത്. എപ്പിഡമിക്സ്, പകർച്ചവ്യാധികളാണ് മറ്റൊരു കാരണം. പ്രകൃതി ദുരന്തങ്ങളും യുദ്ധങ്ങളും ഒക്കെ തന്നെ ആൾക്കാരെ കുടിയേറാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. Now, what are pull factors? എന്താണ് ആകർഷക ഘടകങ്ങൾ? They are those factors which attract people to a new place. ഒരു പുതിയ സ്ഥലത്തേക്ക് വന്നു ചേരുവാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെയാണ്, അല്ലെങ്കിൽ അവിടേക്ക് അവരെ ആകർഷിക്കുന്ന ഘടകങ്ങളെയാണ് പുൾ ഘടകങ്ങൾ അഥവാ ആകർഷക ഘടകങ്ങൾ എന്ന് പറയുന്നത്. Now, examples of pull factors. ആകർഷക ഘടകങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ. They include good climate, better living conditions, better health care, better educational facilities, etc. നഗരങ്ങളിലേക്ക് ഗ്രാമീണ ജനതയെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ജോലി സാധ്യതയും സ്ഥിരമായ ജോലിയും ഉയർന്ന വേതനവും ഒക്കെയാണ്. മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ആരോഗ്യ സുരക്ഷാ സൗകര്യങ്ങൾ,
എന്നിവയൊക്കെ തന്നെ ജനങ്ങളെ നഗരങ്ങളിലോട്ട് അല്ലെങ്കിൽ ഒരു പുതിയ പ്രദേശങ്ങളിലോട്ട് ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. വിവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മനുഷ്യ കുടിയേറ്റങ്ങളുടെ ചിത്രങ്ങൾ നമുക്കൊന്ന് കാണാം. So we have learned the push and pull factors. Now here is an activity. List out the push and pull factors that cause migration in your area. നിങ്ങളുടെ പ്രദേശത്ത് കുടിയേറ്റത്തിന് കാരണമാകുന്ന ആകർഷക ഘടകങ്ങളും നിർബന്ധിത ഘടകങ്ങളും ഏതൊക്കെയെന്ന് എഴുതുക. These pie diagrams show the reasons for male and female migration. ആദ്യത്തെ പൈ ഡയഗ്രാം മെയിൽ മൈഗ്രേഷന്റെ കാരണങ്ങളെയും രണ്ടാമത്തെ ഡയഗ്രാം ഫീമെയിൽ മൈഗ്രേഷന്റെ കാരണങ്ങളെയുമാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ പൈ ഡയഗ്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? പുരുഷന്മാരുടെ കുടിയേറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത് ഉദ്യോഗാവസരങ്ങളും ജോലി സാധ്യതയുമാണ്. എന്നാൽ 3% സ്ത്രീകൾ മാത്രമാണ് ജോലിക്ക് വേണ്ടി കുടിയേറുന്നത്. ഇനി സ്ത്രീ കുടിയേറ്റങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ 65% നടക്കുന്നത് വിവാഹത്തോടനുബന്ധിച്ചാണ്. അതേസമയം പുരുഷന്മാരുടെ കാര്യത്തിൽ വിവാഹാനന്തരമുള്ള കുടിയേറ്റം വെറും 2% മാത്രമേ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പുരുഷന്മാരുടെ കുടിയേറ്റത്തിനും സ്ത്രീകളുടെ കുടിയേറ്റത്തിനും വ്യത്യസ്തമായ കാരണങ്ങളാണ് ഉള്ളത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിവാഹത്തോടനുബന്ധിച്ചുള്ള സ്ത്രീ കുടിയേറ്റങ്ങൾ ഉയർന്ന തോതിൽ നടക്കുമ്പോഴും അങ്ങനെ അല്ലാത്ത ഒരു സംസ്ഥാനവും നമുക്കുണ്ട്. അതാണ് മേഘാലയ. ദ ഫീമെയിൽ മാരേജ് മൈഗ്രേഷൻ ഇസ് വെരി ലോ ഇൻ മേഘാലയ. മേഘാലയയിലെ സ്ത്രീകൾ വിവാഹത്തിന് ശേഷം ഭർത്താവിന്റെ ഗൃഹത്തിലേക്ക് പോകുന്നില്ല. അതിന് കാരണം അവിടെ പിന്തുടർച്ചാവകാശ ക്രമം അമ്മയിൽ നിന്ന് പെൺമക്കളിലേക്കാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹാനന്തരമുള്ള സ്ത്രീ കുടിയേറ്റങ്ങൾ അവിടെ നടക്കുന്നില്ല. കോൺസിക്വൻസസ് ഓഫ് മൈഗ്രേഷൻ, കുടിയേറ്റത്തിന്റെ അനന്തരഫലങ്ങൾ. മൈഗ്രേഷൻ occurs mainly due to the uneven distribution of opportunities. അവസരങ്ങൾ ലഭിക്കുന്നതിലുള്ള വ്യത്യാസങ്ങളാണ് പലപ്പോഴും കുടിയേറ്റത്തിന്റെ കാരണമായിട്ട് വരുന്നത്. People always move from places of lower opportunities to places of better opportunities. ആളുകൾ എപ്പോഴും അവർക്ക് മികച്ച അവസരങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങൾ തേടിയാണ് വരുന്നത്. അതായത് കുറഞ്ഞ അവസരങ്ങളും കുറഞ്ഞ ജീവിത സുരക്ഷിതത്വവും ഉള്ള പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ സുരക്ഷിതത്വവും കൂടുതൽ തൊഴിലവസരങ്ങളും അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളും ഉള്ള പ്രദേശങ്ങൾ തേടി ജനങ്ങൾ കുടിയേറുന്നു. മൈഗ്രേഷൻ ക്രിയേറ്റ്സ് ബോത്ത് ബെനിഫിറ്റ്സ് ആൻഡ് പ്രോബ്ലംസ്. കുടിയേറ്റത്തിന്റെ അനന്തരഫലങ്ങൾ നമുക്ക് എല്ലാ മേഖലകളിലും കാണാൻ കഴിയും. അതായത് സാമ്പത്തിക മേഖലകളിലും സാമൂഹിക മേഖലകളിലും പരിസ്ഥിതിയിലും ജനസംഖ്യാശാസ്ത്രപരമായും ഒക്കെ തന്നെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവ ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ലെറ്റ് us സ്റ്റഡി എക്കണോമിക് കോൺസിക്വൻസസ്. സാമ്പത്തികമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. Major economic benefit for the source regions are remittances from the migrants. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ തങ്ങളുടെ നാട്ടിലേക്ക് അയക്കുന്ന പണമാണ് അതാത് പ്രദേശത്തിന്റെ സാമ്പത്തിക വികസനത്തെ വളരെയേറെ സഹായിക്കുന്നത്. നമുക്കറിയാമല്ലോ, പഞ്ചാബിൽ നിന്നും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ധാരാളം പ്രവാസി ഇന്ത്യക്കാർ ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിലേക്ക് വൻ സംഭാവനയാണ് നൽകുന്നത്. ഇനി ആഭ്യന്തര കുടിയേറ്റത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന തൊഴിലാളികൾ തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് അയക്കുന്ന പണം കൊണ്ടാണ് അവിടുത്തെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ബീഹാറിൽ നിന്നും യുപിയിൽ നിന്നുമൊക്കെ ധാരാളം ആളുകൾ ജോലിക്കായി വരുന്നുണ്ട്. ഈ ആളുകളൊക്കെ തന്നെ കിട്ടുന്ന സമ്പാദ്യം അവരുടെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. ആ പണം കൊണ്ടാണ് കടങ്ങൾ വീട്ടുന്നതും ഭവനങ്ങൾ നിർമ്മിക്കുന്നതും കുട്ടികളെ പഠിപ്പിക്കുന്നതും ഒക്കെ. Now, a negative consequence of unregulated migration
is overcrowding and development of slums. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് അനിയന്ത്രിതമായ കുടിയേറ്റം നടക്കുമ്പോൾ നഗരങ്ങളിലെ ജനബാഹുല്യം വർദ്ധിക്കുകയും ചേരികൾ വളരുകയും അനാരോഗ്യകരമായ ജീവിത സാഹചര്യങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് ഡെമോഗ്രാഫിക് കോൺസിക്വൻസസ്. കുടിയേറ്റം കൊണ്ട് ജനസംഖ്യയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മൈഗ്രേഷൻ ലീഡ്സ് ടു ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. റൂറൽ ടു അർബൻ മൈഗ്രേഷൻ ലീഡ്സ് ടു പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് സിറ്റീസ്. കുടിയേറ്റം കാരണം ജനസംഖ്യാ വിന്യാസത്തിൽ മാറ്റം വരുന്നു. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റം കാരണം നഗരങ്ങളിലെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഏജ് ആൻഡ് സ്കിൽ സെലക്റ്റീവ് ഔട്ട് മൈഗ്രേഷൻ ഫ്രം റൂറൽ ഏരിയാസ് adversely affects rural demographic structure. നമുക്കറിയാം, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറുന്നവരിൽ ഏറിയ പങ്കും പ്രായപൂർത്തിയായ ആൾക്കാരും തൊഴിൽ വിദഗ്ധരും ഒക്കെയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഗ്രാമങ്ങളിലെ ജനസമൂഹത്തിന്റെ ഘടനയെ അത് പ്രതികൂലമായി ബാധിക്കുന്നു. പുരുഷ ജനസംഖ്യയിൽ വൃദ്ധരും കൊച്ചുകുട്ടികളുമാണ് ഗ്രാമങ്ങളിൽ അവശേഷിക്കുന്നത്. Imbalances are also brought in the recipient states. നേരെ മറിച്ച് കുടിയേറ്റം നടക്കുന്ന സംസ്ഥാനങ്ങളിലെ നഗരങ്ങളിൽ പുരുഷന്മാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ തന്നെ ജനസംഖ്യാപരമായ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമായി വരുന്നു. നെക്സ്റ്റ് ഇസ് സോഷ്യൽ കോൺസിക്വൻസസ്. കുടിയേറ്റത്തിന്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? Migration is a reason for social change. It promotes intermixing of cultures. People become broad-minded and also develop positive attitudes. കുടിയേറ്റം വഴി സാമൂഹ്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നഗരങ്ങളിൽ നിന്നും പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും വിദ്യാഭ്യാസ സംവിധാനങ്ങളെക്കുറിച്ചും കുടുംബാസൂത്രണത്തെക്കുറിച്ചുമൊക്കെ പുതിയ ആശയങ്ങൾ കുടിയേറ്റക്കാർ വഴിയാണ് ഗ്രാമങ്ങളിലേക്ക് എത്തുന്നത്. സാംസ്കാരികമായ സങ്കലനം കുടിയേറ്റത്തിന്റെ മറ്റൊരു ഫലമാണ്. ഇനി ജനങ്ങൾ കുറച്ചുകൂടി വിശാല മനസ്കരാവുകയും അവരുടെ സങ്കുചിത മനോഭാവം ഇല്ലാതാവുകയും ചെയ്യുന്നതൊക്കെ കുടിയേറ്റത്തിന്റെ ഗുണഫലങ്ങളാണ്. Now there are also negative consequences. They include anonymity, dejection of individuals, which leads to antisocial activities and drug abuse. കുടിയേറ്റത്തിന് ഗുരുതരമായ ദോഷവശങ്ങളുമുണ്ട്. അതായത് പുതിയ സ്ഥലത്ത് സ്വന്തം വ്യക്തിത്വം സ്ഥാപിക്കാനാകാതെ വരുമ്പോൾ ആൾക്കാർക്ക് ശൂന്യതാബോധവും വിഷാദവും ഒക്കെ ഉണ്ടാകുന്നു. ഈ വിഷാദാവസ്ഥ വ്യക്തികളെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്കും ഒക്കെ നയിച്ചേക്കാം. നെക്സ്റ്റ്, എൻവയോൺമെന്റൽ കോൺസിക്വൻസസ്. കുടിയേറ്റം പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ. The urban environment faces many negative impacts of migration. Overcrowding of people has put pressure on the urban environment. It has led to unplanned growth of urban settlements and formation of slums. കുടിയേറ്റം കാരണം നഗരങ്ങൾക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വൻതോതിലുള്ള കുടിയേറ്റം നഗരങ്ങളുടെ പാർപ്പിട വ്യവസ്ഥിതി തന്നെ തകരാറിലാക്കുകയും ചേരി പ്രദേശങ്ങളുടെ രൂപീകരണത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. Due to over-exploitation of natural resources, cities face so many problems like groundwater depletion, air pollution, sewage disposal, etc. പ്രകൃതി വിഭവങ്ങൾ അമിതമായി ചൂഷണം ചെയ്യപ്പെടുകയാണ് ഉണ്ടാവുന്നത്. ഇത് കാരണം നഗരങ്ങളിൽ ധാരാളം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഉദാഹരണത്തിന് ഭൂഗർഭ ജലക്ഷാമം, അന്തരീക്ഷ മലിനീകരണം, മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയൊക്കെ തന്നെ നഗരങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. Other consequences. Migration affects the status of women directly or indirectly. Male selective out-migration has put stress on women. കുടിയേറ്റം സ്ത്രീകളിൽ മാനസികമായ പിരിമുറുക്കങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. സ്ത്രീകളെ ഗ്രാമങ്ങളിലാക്കി പുരുഷന്മാർ നഗരങ്ങളിലേക്ക് കുടിയേറുമ്പോൾ മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങൾക്ക് അവർ വിധേയരാകുന്നു.
വിദ്യാഭ്യാസത്തിനും ജോലിക്കും മറ്റുമായി അനേകം സ്ത്രീകളാണ് നഗരങ്ങളിലേക്ക് കുടിയേറുന്നത്. ഇത് അവർക്ക് സാമ്പത്തികമായി സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെങ്കിലും മാനസികമായ പിരിമുറുക്കങ്ങളിൽ നിന്ന് അവർക്കൊരു മോചനം കിട്ടുന്നില്ല. ലോസ് ഓഫ് സ്കിൽഡ് പ്രൊഫഷണൽസ് ഹിൻഡർ ദ ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് റീജിയൻസ്. വിദഗ്ധരായ തൊഴിലാളികളുടെ സേവനം മാതൃരാജ്യങ്ങൾക്ക് നഷ്ടമാവുന്നു. ലോകത്തെവിടെയും വിദഗ്ധരായ തൊഴിലാളികൾക്ക് ആവശ്യക്കാരുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള കുടിയേറ്റങ്ങൾ കൂടുമ്പോൾ മാതൃരാജ്യത്തിന്റെ അവികസിതാവസ്ഥ കൂടുതൽ മോശമായി തുടരുകയും ചെയ്യുന്നു. ഇന്നത്തെ പാഠഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്ന് ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് കോസസ് ഓഫ് മൈഗ്രേഷൻ, കുടിയേറ്റത്തിന്റെ കാരണങ്ങൾ. അതിനെ രണ്ടായി നമ്മൾ തിരിച്ചു: പുഷ് ഘടകങ്ങളും പുൾ ഘടകങ്ങളും. പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ് ഓഫ് മൈഗ്രേഷൻ. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. സെക്കൻഡ്, റീസൺസ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ മൈഗ്രേഷൻ. സ്ത്രീ പുരുഷ കുടിയേറ്റങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ പഠിച്ചു. അവസാനം നമ്മൾ പഠിച്ചത് കോൺസിക്വൻസസ് ഓഫ് മൈഗ്രേഷൻ. കുടിയേറ്റം വിവിധ മേഖലകളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കുടിയേറ്റത്തിന്റെ കാരണങ്ങളെക്കുറിച്ചും പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഏറെക്കുറെ വിശദമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിനെ ആസ്പദമാക്കി കുറച്ച് ചോദ്യങ്ങളാണ്. ആദ്യത്തേത്, ഐഡന്റിഫൈ ദ മെയിൻ റീസൺസ് ഫോർ മെയിൽ ഓർ ഫീമെയിൽ സെലക്റ്റീവ് മൈഗ്രേഷൻ. സ്ത്രീ പുരുഷ കുടിയേറ്റത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ വിലയിരുത്തുക. സെക്കൻഡ് വൺ, വാട്ട് ആർ ദ സോഷ്യോ ഡെമോഗ്രാഫിക് കോൺസിക്വൻസസ് ഓഫ് മൈഗ്രേഷൻ. കുടിയേറ്റത്തിന്റെ സാമൂഹിക ജനസംഖ്യാശാസ്ത്രപരമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്?